അമേരിക്കയ്ക്ക് എതിരെ ഒരു മധുര പ്രതികാരവുമായി യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിൽ വൻ വ്യാപാര കരാർ ഉണ്ടായിരിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ 50% ഇറക്കുമതി തീരുവ ചുമത്തി ഇന്ത്യയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന അമേരിക്കയ്ക്ക് കിട്ടാവുന്ന ഒരു വലിയ തിരിച്ചടിയാണ് ഈ യൂറോപ്പിലെ 27 രാജ്യങ്ങളും ഇന്ത്യയും ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഈ വ്യാപാര കരാർ. മദർ ഓഫ് ഓൾ ദ ഡീൽസ് എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ യൂണിയൻ്റെ നേതാക്കളും ഇതിനെക്കുറിച്ച് പറഞ്ഞത്. എല്ലാ കരാറുകളുടെയും മാതാവ് എന്നറിയപ്പെടുന്ന വൻ കരാറാണ് ഉണ്ടായിരിക്കുന്നത്. യൂറോപ്പിലും ഇന്ത്യയിലുമായുള്ള 200 കോടി ജനങ്ങളെ ബാധിക്കുന്ന കരാറാണ്. ഇന്ത്യയിലെ 140 കോടി ജനങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളിലെ 60 കോടി ജനങ്ങളും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. $136 ബില്യൺ കരാറാണത്. 136 എന്ന് പറയുമ്പോൾ 13,600 കോടി ഡോളറിൻ്റെ ഇൻറ്റു 90 ആണ്. പിന്നെ അത് രൂപയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു വലിയ വൻ കരാറാണ്. എന്ന് മാത്രമല്ല അത് പ്രധാനപ്പെട്ട മേഖലകളെ ഇത് ചെയ്യുന്നതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും യൂറോപ്പും തമ്മിൽ വ്യാപാര രംഗത്ത്, സൈനിക രംഗത്ത്, സുരക്ഷാ രംഗത്തൊക്കെ വലിയ മാറ്റമുണ്ടാക്കുന്ന കരാറിലാണ് ഒപ്പിടുന്നത്. അതിൽ സുരക്ഷാ രംഗത്തും സൈനിക രംഗത്തും അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെ പാർട്സ്, ഡ്രോണുകൾ, മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് അടക്കം സൈനിക രംഗത്ത് വലിയ ഒരു മുതൽക്കൂട്ടാവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. ഒപ്പം തന്നെ ഇന്ത്യയുടെ സ്റ്റീല്, അലുമിനിയം, ടെക്സ്റ്റൈൽസ്, ജെംസ് ആൻഡ് ജ്വല്ലറീസ് അടക്കം ഒരുപാട് ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കും. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന, യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 90% വരെ ഇറക്കുമതി തീരുവയിൽ ഇളവ് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ തരത്തിൽ വലിയ ഒരു വ്യാപാര മേഖലയാണ് തുറക്കുന്നത്. ബ്രിട്ടനുമായി സ്വതന്ത്ര വ്യാപാര കരാർ രൂപീകരിച്ചതുപോലെ യൂറോപ്പിലെ മുഴുവൻ രാജ്യങ്ങളുമായി ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും ഒക്കെ അടങ്ങുന്ന മുഴുവൻ രാജ്യങ്ങളുമായിട്ടാണ് ഈ കരാർ ഒപ്പിടുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ കരാർ ഔദ്യോഗികമായി ഒപ്പിടാൻ 6 മാസം എടുക്കുമെങ്കിലും ഇത് പ്രാബല്യത്തിൽ വരുന്നത് 2027 കൂടിയായിരിക്കും. പക്ഷേ ഇത് അമേരിക്കയെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. അമേരിക്ക യൂറോപ്പിനോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് പോയി ഇന്ത്യയുമായി ഇത്രയും വലിയ കരാറിൽ ഒപ്പിടുന്നത്? നിങ്ങൾ യുദ്ധം ക്ഷണിച്ചു വരുത്തുകയാണ്. വ്യാപാര യുദ്ധമായിരിക്കും ട്രംപ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ട്രംപ് ഇറക്കുമതി തീരുവ ചുമത്തി ഇന്ത്യയെ വിരട്ടാൻ പോയിട്ട് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയും തമ്മിൽ ബന്ധമുണ്ടായത് അമേരിക്കയെ വല്ലാതെ ആശങ്കയിലാക്കിയിരിക്കുന്നു. കാരണം എല്ലാ കാലത്തും അമേരിക്കയോടൊപ്പം നിന്ന രാജ്യങ്ങളാണ് യൂറോപ്പ് രാജ്യങ്ങൾ. പക്ഷേ ഉക്രൈൻ യുദ്ധത്തിൻ്റെ കാര്യത്തിലായാലും, ഗ്രീൻലാൻഡ് അമേരിക്ക പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കാര്യത്തിലായാലും, മറ്റു പല കാര്യങ്ങളിലും, ബ്രിട്ടീഷ് സൈനികരെ ട്രംപ് അപമാനിച്ച കാര്യത്തിലായാലും യൂറോപ്പ് വല്ലാതെ അസ്വസ്ഥരാണ്. യൂറോപ്പിനെ തള്ളിക്കൊണ്ട് റഷ്യയുമായി കൂട്ടുകൂടാൻ ട്രംപ് ശ്രമിച്ചു എന്നുള്ള ആരോപണം അവർക്കുണ്ട്. ഉക്രൈൻ യുദ്ധത്തിൽ, ഉക്രൈൻ കഴിഞ്ഞാൽ റഷ്യ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തുമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പേടിയുണ്ട്. ആ ഇടയിലാണ് ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളെ വിട്ട് ട്രംപ് നേരിട്ട് റഷ്യയുമായി ചങ്ങാത്തത്തിന് പോയത്. അത് ജർമ്മനിയെയും ഫ്രാൻസിനെയും ബ്രിട്ടനെയൊക്കെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ യുക്രൈനുള്ള പിന്തുണ പിൻവലിക്കുന്ന രീതിയിൽ ട്രംപ് പ്രതികരിക്കുകയൊക്കെ ചെയ്തോടെ അമേരിക്കയെ, നാറ്റോ സഖ്യത്തിൽ അമേരിക്കയും യൂറോപ്പും അംഗങ്ങളാണെങ്കിലും യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള ഒരു വിടവ് വല്ലാതെ വർദ്ധിച്ചിരിക്കുകയാണ്. അവർ തമ്മിലുള്ള രാഷ്ട്രീയ ഭിന്നത രൂക്ഷമായിരിക്കുന്നു. അതിനിടയിലാണ് ഒരുപക്ഷെ ഒരു അവസരം മുതലാക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ശരി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇത്തിരി ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് അമേരിക്ക 50% ഇറക്കുമതി തീരുവ ചുമത്തിയപ്പോൾ ഇന്ത്യയുടെ കയറ്റുമതിയുടെ രംഗത്തൊക്കെ ഇന്ത്യക്ക് നല്ല ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. ആ ഇടയിലാണ് ഇപ്പോൾ അതിനൊക്കെ ഒരു അല്പം മാറ്റം വന്നുകൊണ്ട് യൂറോപ്യൻ യൂണിയനുമായിട്ട് ഈ രീതിയിലുള്ള കരാറിൽ ഇന്ന് കരാറായിട്ടുള്ളത്. യൂറോപ്യൻ യൂണിയൻ്റെ അതിൻ്റെ കമ്മീഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഉർസുല വോണ്ടർലൈനും അതുപോലെ തന്നെ യൂറോപ്യൻ കൗൺസിലിൻ്റെ പ്രസിഡന്റ് ആൻ്റോണിയോ ഡിക്കോസ്റ്റയും ഇന്നലെ റിപ്പബ്ലിക് ദിനത്തിൽ നടന്ന പരേഡിൽ മുഖ്യാതിഥികളായിട്ട് പങ്കെടുത്തിരുന്നു. സ്വാഭാവികമായിട്ട് അത് കഴിഞ്ഞാണ് ഇപ്പോൾ ഇന്ന് ഉച്ചകോടി നടക്കുകയാണ്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയൻ്റെ നേതാക്കളുമായിട്ടുള്ള ഉച്ചകോടി നടക്കുന്ന ഉച്ചകോടിക്കിടയിലാണ് വലിയ കരാറിന് ധാരണയായിട്ടുള്ളത്. ഇത് ഇന്ത്യയുടെ
നിർമ്മാണ രംഗത്ത്, മാനുഫാക്ചറിങ് രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. കാരണം നമുക്ക് കോടിക്കണക്കിന് തൊഴിലാളികളുണ്ട്, അവർക്കൊക്കെ പലതരത്തിൽ തൊഴിലുകൾ ലഭിക്കുന്ന, കാരണം ടെക്സ്റ്റൈൽ രംഗത്തും ജെംസ് ആൻഡ് ജ്വല്ലറിയിലും അതുപോലെ തന്നെ മറ്റു പല രംഗത്തും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന, കാർഷിക രംഗത്തൊക്കെ വലിയ രീതിയിൽ നമുക്ക് തൊഴിൽ നൽകുന്ന തരത്തിലുള്ള ഒരു കരാറാണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. സ്വതന്ത്ര വ്യാപാര കരാർ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 90% ഇളവ് ലഭിക്കും, 10% നികുതിയാണുള്ളത്. പലതും ഫ്രീ ട്രേഡാണ് വരുന്നത്. ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന യൂറോപ്പുമായിട്ടുള്ള ഏറ്റവും വലിയ കരാറുകളിലൊന്നാണ്. ദശാബ്ദങ്ങളായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു ശൈലി മാറ്റത്തിനും അല്ലെങ്കിൽ ഒരു വിദേശ നയ മാറ്റത്തിനും യൂറോപ്പിനെ പ്രേരിപ്പിച്ചത് അമേരിക്കയും ചൈനയും ഒരുപോലെ യൂറോപ്പിനെ ഉപദ്രവിക്കുന്നുവെന്ന ചിന്തയിൽ നിന്നാണ്. ചൈനയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിന്നാൽ അമേരിക്ക എതിരാവും. ചൈനയാണെങ്കിൽ ചൈനീസ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടത്ര നിലവാരം പോരാ എന്ന് മാത്രമല്ല, ചൈനയെ രാഷ്ട്രീയമായി വിശ്വസിക്കാനാവില്ല. ആ തരത്തിലാണ്. അപ്പുറത്ത് അമേരിക്കയാണെങ്കിൽ ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം യൂറോപ്പിനോട് ഒരു ശത്രുതാ മനോഭാവം കാണിക്കുന്നു. ഇതിൻ്റെ രണ്ടിനുമിടയിലാണ് അവർ ഇന്ത്യയുമായിട്ട് ഇത്രയും വലിയൊരു കരാറിന് തയ്യാറായത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അടുത്ത 10 വർഷം അല്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള ഗുണം ചെയ്യുന്ന ഒരു കരാറാണ് ഉണ്ടായിരിക്കുന്നത്. യൂറോപ്പിനും അത് നേട്ടമാണ്. കാരണം 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യവുമായിട്ടൊരു മാർക്കറ്റ്, ഇത്രയും വലിയ മാർക്കറ്റിലേക്കാണ് യൂറോപ്പിന് എൻട്രി കിട്ടുന്നത്. തിരിച്ച് യൂറോപ്പിലെ 60 കോടി ജനങ്ങളുള്ള യൂറോപ്യൻ മാർക്കറ്റിലേക്ക് ഇന്ത്യക്കും എൻട്രി ലഭിക്കുന്നു. സ്വാഭാവികമായിട്ട് ഇത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ കൂടിയതാണ്. അതുകൊണ്ടാണ് അമേരിക്ക ചൊടിച്ചിട്ടുള്ളതും. അമേരിക്ക പറഞ്ഞത് ഇത് ഇന്ത്യയുമായിട്ട് കരാറിലേർപ്പെട്ട് നിങ്ങൾ യുദ്ധം ക്ഷണിച്ചു വരുത്തുകയാണ്. ഒരുപക്ഷെ ഇന്ത്യക്ക് ഇതുപോലെ ഒരു വലിയ തുറവി യൂറോപ്പ് ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ലാതാണ് അമേരിക്ക ചിന്തിക്കുന്നത്. ഒരുപക്ഷെ ട്രംപിന് തോന്നുന്നുണ്ടായിരിക്കും ഇന്ത്യയുമായിട്ട് ആവശ്യമില്ലാതെ ഒരു ഇറക്കുമതി തീരുവ യുദ്ധത്തിന് പോകേണ്ടിയിരുന്നില്ല എന്നുള്ളത്. എന്ന് മാത്രമല്ല, റഷ്യൻ എണ്ണ ചെയ്തില്ലെങ്കിൽ ഇനിയും തീരുവ കൂട്ടുമെന്ന് പറഞ്ഞു. പലതരത്തിലും അമേരിക്ക ഇന്ത്യക്കെതിരെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ സുഹൃത്താണെന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയെ ഉപദ്രവിക്കുന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചത്. ഇതാണ് ഒരുപക്ഷെ യൂറോപ്പുമായിട്ടൊരു കരാറിലേക്ക് പോകാൻ ഇന്ത്യയെയും പ്രേരിപ്പിച്ചത്. അപ്പോൾ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെ അമേരിക്ക ശത്രുതാ മനോഭാവം കാണിച്ചപ്പോൾ ഇന്ത്യ യൂറോപ്പിലേക്ക് തിരിഞ്ഞു. ഇതേ അമേരിക്ക തന്നെ യൂറോപ്പിനെയും ശത്രുതാ മനോഭാവത്തോടെ കണ്ടപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, രണ്ട് രാജ്യങ്ങളെന്ന് പറയാൻ പറ്റില്ല, യൂറോപ്യൻ യൂണിയൻ 27 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. അവരും ഇന്ത്യയുമായിട്ടൊരു വലിയ കരാറുണ്ടായിരിക്കുന്നു എന്നുള്ളത് ഈ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഈ ദിവസം സംഭവിക്കുന്ന വലിയ ഒരു സംഭവം തന്നെയാണ്. ലോക മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയാണ് ഇതേ ചൊല്ലി. സ്വാഭാവികമായിട്ടും CNN-ഉം അമേരിക്കയിലെ മാധ്യമങ്ങളും അതുപോലെ തന്നെ BBC, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനൊക്കെ ഇതിനെ പറഞ്ഞിരിക്കുന്നത് മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ്. എല്ലാ കരാറുകളുടെയും മാതാവ് എന്നറിയപ്പെടാൻ പറ്റുന്ന രീതിയിൽ വൻ കരാറാണ് ഉണ്ടായിരിക്കുന്നത്. 200 കോടി ജനങ്ങളെ ബാധിക്കുന്ന കരാറുണ്ടായിരിക്കുന്നു. ലോകം മുഴുവൻ വളരെ ആകാംക്ഷയോടെയാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കൂട്ടുകെട്ടിനെ കാണുന്നത്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ വരുമ്പോൾ ട്രംപിൻ്റെ പിടിവാശിയും അതുപോലെ തന്നെ അമേരിക്കയുടെ ഇന്ത്യക്ക് മേലുള്ള ഒരു തർക്കം കാണിച്ചായാലും ഉണ്ടായിരിക്കുന്ന മേൽക്കോയ്മയ്ക്കും അറുതി വരുമെന്നാണ് പ്രതീക്ഷ. ഒരുപക്ഷെ അമേരിക്ക താഴോട്ട് വന്ന് ഇന്ത്യയുമായിട്ട് ഒരു വ്യാപാര കരാർ ഉണ്ടാക്കാൻ ഇത് വഴിതെളിച്ചേക്കാൻ. കാരണം ഇന്ത്യ ഇനി എളുപ്പത്തിൽ പിടിച്ചു കെട്ടാൻ പറ്റില്ല എന്നൊരു മെസ്സേജാണ് ഇതുവഴി ഇന്ത്യ നൽകിയിരിക്കുന്നത്. ചൈനയ്ക്കും ആകാംക്ഷയുണ്ട്. കാരണം ചൈനയിലേക്ക് പോകേണ്ടിയിരുന്ന പല ബിസിനസ്സും ഇന്ത്യയിലേക്ക് വരുന്നു യൂറോപ്യൻ രാജ്യങ്ങളുടെ എന്നുള്ളതും. അപ്പോൾ സ്വാഭാവികമായിട്ട് അമേരിക്ക, പ്രത്യേകിച്ച് ഇറാൻ്റെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ അമേരിക്ക വല്ലാതെ ആശയക്കുഴപ്പത്തിലാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇറാനുമായിട്ട് ഇന്ത്യ നല്ല ബന്ധമുണ്ടാക്കിയിരിക്കുന്നു. ഇറാന് അനുകൂലമായിട്ടാണ് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ വോട്ട് ചെയ്തത്. ഇറാൻ പ്രക്ഷോഭകരെ അടിച്ചു കൊല്ലുന്നു, അടിച്ചമർത്തുന്നു എന്ന പേരിൽ UN മനുഷ്യാവകാശ കൗൺസിൽ പ്രമേയം കൊണ്ടുവന്നപ്പോൾ ഒരുപക്ഷെ അമേരിക്കയെയും അതുപോലെയുള്ള ചേരികളെയൊക്കെ വല്ലാതെ അമ്പരപ്പിച്ചുകൊണ്ടാണ് ഇറാന് അനുകൂലമായ നിലപാട് ഇന്ത്യ സ്വീകരിച്ചത്. അവിടെയും ഇന്ത്യക്ക് വലിയ വ്യാപാര താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ നിലപാടുകളിലും ലോക ശാക്തിക ചേരികളിലും വലിയ മാറ്റം വരുന്നതിൻ്റെ സൂചനയാണ് ഈ വ്യാപാര കരാറിലൂടെ കാണുന്നത്. എല്ലാ കാലത്തും അമേരിക്കയോടൊപ്പം നിന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമോ പ്രതികൂലമായിട്ടുള്ള നിലപാടുകൾ എടുത്തിരുന്നു. പക്ഷെ അമേരിക്കയിൽ നിന്ന് വെട്ടിമാറി
യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായി അടുക്കുന്നത് ഇതാദ്യമാണ്. ഒരുപക്ഷെ അമേരിക്ക കൊണ്ടുവന്നിരിക്കുന്ന ഇറക്കുമതി തീരുവയെ, ഇന്ത്യക്കെതിരെയുള്ള ഇറക്കുമതി തീരുവയെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്രമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അവർക്കൊരു കാര്യം മനസ്സിലായി, ഇനി അമേരിക്കയെ ആശ്രയിച്ച് ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് വ്യത്യസ്തമായൊരു സ്വതന്ത്ര നയം യൂറോപ്യൻ രാജ്യങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതും ഈ കാലഘട്ടത്തിൽ എനിക്കോട് പതിറ്റാണ്ടുകൾക്കുള്ളിൽ വലിയ തരത്തിലുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണം ഇന്ത്യയിൽ ലഭിക്കുന്നത് വ്യാപാര മേഖലയിൽ മാത്രമല്ല, അവിടെ ചൈനയുമായും പാകിസ്ഥാനുമായിട്ടൊക്കെ ശത്രുതയിൽ നിൽക്കുന്ന ഇന്ത്യക്ക് റഷ്യയിൽ നിന്നാണ് പ്രധാനമായിട്ട് ആയുധങ്ങളും സൈനിക ബലവുമൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ ആയുധങ്ങളുടെ കാര്യത്തിൽ കുറച്ചും കൂടി മോഡേണൈസ് ചെയ്തിട്ടുള്ള ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങിയിട്ടുള്ളതിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡ്രോണുകൾ, അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളൊക്കെ ഫ്രാൻസിൽ നിന്ന് ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ലഭിക്കുന്ന മിറാഷ് 2000 നേരത്തെ ലഭിച്ചത്, ഇപ്പോൾ ഉള്ള റഫേൽ വിമാനങ്ങളൊക്കെ ഫ്രാൻസിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഉള്ള യുദ്ധവിമാനങ്ങളും ആയുധങ്ങളും ഡ്രോണുകളൊക്കെ ലഭിക്കാൻ ഇത് കാരണമാവും. ഒപ്പം തന്നെ ടെക്സ്റ്റൈൽ രംഗത്ത് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടത്തിന് സാധ്യതയുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുമ്പ്, ബ്രിട്ടീഷുകാർ കൈയടക്കുന്നതിന് മുമ്പ് ടെക്സ്റ്റൈൽ രംഗത്ത് ഇന്ത്യ 1-ാം നമ്പർ ശക്തിയായിരുന്നു. അപ്പോൾ അതിലേക്കൊക്കെ തിരിച്ചു വരാൻ കഴിയുന്ന തരത്തിലുള്ള കരാറുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ മെഡിക്കൽ രംഗത്ത് ലോകത്തിൻ്റെ മാനുഫാക്ചറിങ് ഹബ്ബാണ് ഫാർമസിയുടെ കാര്യത്തിൽ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മരുന്ന് ഉൽപ്പാദിപ്പിച്ച് ലോകത്തിന് നൽകുന്നത് ഇന്ത്യയാണ്. കോവിഡ് കാലത്ത് അത് ഇന്ത്യ തെളിയിച്ചതാണ്. കോവിഡിന് നേരിടാനുള്ള ഇഞ്ചക്ഷനുകളും മരുന്നുകളും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചത് ഇന്ത്യയാണ്. ഏതാണ്ട് 100-ലേറെ രാജ്യങ്ങൾക്ക് ഇന്ത്യ ഈ കോവിഡിൻ്റെ വാക്സിൻ കൊടുത്തിരുന്നു. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് 60 കോടി വരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മരുന്ന് കമ്പനികളെ, ഇന്ത്യയുടെ മരുന്ന് കമ്പനികളിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ മരുന്നുകൾ പോകാൻ പോകുന്നത്. അത് ലക്ഷക്കണക്കിന് കോടിയുടെ ബിസിനസ്സാണ്. ഈ രംഗത്തൊക്കെ വലിയ മാറ്റമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പ്രസക്തമാണ്. യുക്രൈൻ യുദ്ധം സമാധാന ചർച്ചകൾ നടക്കുമ്പോഴും അവിടെ യുദ്ധം രൂക്ഷമാവുകയാണ്. റഷ്യ കയറി കൂടുതൽ ആക്രമിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊക്കെ വല്ലാത്ത ആശങ്കയിലാണ്. കാരണം യുക്രൈൻ കഴിഞ്ഞാൽ റഷ്യ അവിടുത്തെ തൊട്ടടുത്ത് കിടക്കുന്ന പോളണ്ടും അത് ഹംഗറി അടക്കമുള്ള രാജ്യങ്ങളെയൊക്കെ ടാർഗറ്റ് ചെയ്യും. ഹംഗറിയുമായിട്ട് കുറച്ചുകൂടി സുഹൃബന്ധമുണ്ട്. പക്ഷേ പോളണ്ടും അതുപോലെ തന്നെ ലിത്വാനിയ തുടങ്ങി പല രാജ്യങ്ങൾ, ജോർജിയ അടക്കമുള്ള പല രാജ്യങ്ങളിലേക്കും റഷ്യ കണ്ണുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള കൂട്ടുകെട്ട് ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ് യൂറോപ്യൻ യൂണിയനുള്ളത്. എന്ന് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ഇറാനുമായിട്ട് ഇന്ത്യ കൂടുമ്പോൾ തന്നെ സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ട് കൂടുതൽ അടുത്തിരിക്കുകയാണ്. ബംഗ്ലാദേശ് പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കുന്നു. ആ സമയത്ത് 27 രാജ്യങ്ങളുള്ള ഒരു യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ബന്ധം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും വിലപ്പെട്ടതാണ്. ബംഗ്ലാദേശിൽ ഇന്ത്യ എല്ലാ കാലത്തും, ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തായിരുന്നു. 1971 ഡിസംബർ 3 ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം നടത്തുക തന്നെ ബംഗ്ലാദേശിൻ്റെ മോചനത്തിന് വേണ്ടിയായിരുന്നു. 13 ദിവസം കൊണ്ടാണ് ബംഗ്ലാദേശിനെ മോചിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ ബംഗ്ലാദേശിലുണ്ടായ പ്രക്ഷോഭത്തെ തുടർന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് രാഷ്ട്രീയ അഭയം തേടുകയും ഇന്ത്യ അവരിവിടെ പാർപ്പിക്കുകയും ചെയ്തതോടെ അവിടുത്തെ പ്രക്ഷോഭകാരികളും അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള പല തീവ്ര സംഘടനകളും ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാനുമായിട്ടാണ് ചങ്ങാത്തം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അവസ്ഥയിൽ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഭീഷണികൾക്ക് ഈ സൈനിക ബലം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആയുധങ്ങളടക്കം ഇന്ത്യയെ കൂടുതൽ ശക്തമാക്കാനായിട്ട് ഉപകരിക്കുമെന്നാണ് ഇന്ത്യയുടെ ഭരണ നേതൃത്വം കരുതുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം ഈ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമുള്ള ആയിട്ടുള്ള ഈ കരാറിനെ, വ്യാപാര സൈനിക കരാറിനെ കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കുറച്ചും കൂടി ബലം പകരുന്ന ഒരു വാർത്തയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് കാനഡയുമായിട്ടും ഇന്ത്യ, യൂറോപ്പിന് പുറമെ കാനഡയുമായിട്ടും കൂടുതൽ ട്രേഡ് ഡീൽസ് വരുന്നുണ്ട്, വ്യാപാര കരാറുകൾ വരുന്നുണ്ട്. ഇനി ആഫ്രിക്കയും ലാറ്റിൻ അമേരിക്കയിലേക്കും ഇന്ത്യ കണ്ണുവെക്കുന്നുണ്ട്. ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മ, അതിൻ്റെ പേരിലാണ് ട്രംപ് ഭീഷണി മുഴക്കിയത്. ബ്രിക്സ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന അടക്കമുള്ള രാജ്യങ്ങളാണ് വരുന്നത്, സൗത്ത് ആഫ്രിക്ക. അപ്പോൾ ബ്രിക്സ് രാജ്യങ്ങളിൽ ഇതുപോലെ തന്നെ വലിയ എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും വലിയ രാജ്യങ്ങളാണ് ഇതിലുള്ളത്.
ഇന്ത്യയും ചൈനയും ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യങ്ങളാണ്. റഷ്യ യൂറോപ്യൻ ഭാഗത്ത്, യൂറോപ്പിലും ഏഷ്യയിലായിട്ട് കിടക്കുന്ന വലിയ രാജ്യമാണ്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. അതുപോലെ തന്നെ ബ്രസീൽ ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണ്. ഇത്രയും രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ വന്നാൽ അത് അമേരിക്കയുടേതിനേക്കാൾ വലിയ രീതിയിലുള്ള ഒരു കൂട്ടായ്മയാണ്. അതിലും ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. എന്തായാലും ഇതൊക്കെയാണെങ്കിലും അമേരിക്കയുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർത്ത് ഇറക്കുമതി തീരുവ കുറയ്ക്കാമെങ്കിൽ ഇന്ത്യയുടെ ഈ വ്യാപാര രംഗത്തും മറ്റു മേഖലയിലുമുള്ള കുതിച്ചുചാട്ടത്തിന് അത് വഴിയൊരുക്കും. ഇപ്പോൾ ഇന്ത്യക്ക് അമേരിക്കയുമായിട്ടുള്ള ഇറക്കുമതി തീരുവയുടെ പേരിൽ ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. അപ്പോൾ ട്രംപുമായും അമേരിക്കയുമായും ഇതിന് ശേഷം ഒരു വ്യാപാര കരാറിൽ എത്താൻ സാധ്യതയുണ്ട്. ട്രംപ് അത് സംബന്ധിച്ച് സൂചനകൾ നൽകുന്നുണ്ട്. ഇനി ഇന്ത്യയെ മുൾമുനയിൽ നിർത്തി വ്യാപാര കരാറിൽ ഒപ്പിടിയിക്കാമെന്നുള്ള അമേരിക്കയുടെ വ്യാമോഹം ഏതായാലും തകർന്നിരിക്കുന്നു. ആ തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കാര്യങ്ങൾ കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.